എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബിസി ആയിരുന്നു. ബോംബെ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്കറിയാം കുറച്ച് വീഡിയോസിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് നികത്തേക്കാമെന്ന് വിചാരിച്ചു. എനിക്കറിയാം കല്യാണ സീസൺ വരികയാണ്. എല്ലാവരും അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ്. കാരണം നമുക്ക് ഇവിടെ നടക്കുന്ന പർച്ചേസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നു. പലരും ഇപ്പോൾ ഞാൻ കാണുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. ബ്രൈഡിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നു. ജുവല്ലറീസ് ആവശ്യമുള്ളത് അവരുടെ ഇഷ്ടത്തിന് കണ്ട് അവർക്ക് ഒന്ന് സെലക്ട് ചെയ്ത് അവരുടെ തലയിലൊക്കെ ഒന്ന് വെച്ച് നോക്കി, അങ്ങനത്തെ ഒരു 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 ഫീലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മിഡാസിൻ്റെ കുറച്ച് പുതിയ ബ്രൈഡൽ കളക്ഷൻ പാറ്റേൺസ് കുറച്ച് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് മിഡാസിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ, ഞങ്ങൾ കംപ്ലീറ്റ്ലി ഒരു പ്രൊഫഷണൽ കാര്യങ്ങളാണ് ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ പലർക്കും ഒരു തെറ്റിദ്ധാരണ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. നമ്മളൊരു സലൂൺ ആണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഓൾ കേരള സലൂണിലേക്ക് സാധനങ്ങൾ, ഒരു സലൂൺ തുടങ്ങാൻ ആവശ്യമായ A to Z സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കെരാറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇവിടെ നമ്മുടെ ക്ലയൻസിന് നടത്തുന്ന സെമിനാറുകളും ക്ലാസ്സുകളുടെയൊക്കെ വീഡിയോയാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വരുന്നത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് പലരും അതൊരു സലൂണാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ആരും ഇതൊരു സലൂണാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നെ വിളിക്കരുത്. പക്ഷേ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സമയം അനുസരിച്ച് പറഞ്ഞു തരികയും ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മുടെ ഷോപ്പിനെ കുറിച്ചിട്ട് പലർക്കും പല കാര്യങ്ങളിലും സംശയങ്ങൾ, പ്രത്യേകിച്ചും നിങ്ങളുടെ അടുത്ത് ഇന്ന പ്രൊഡക്റ്റുകളുണ്ടോ, നിങ്ങളുടെ ക്ലാസ്സുകൾ എപ്പോഴാണ്, അത് വരേണ്ട വഴി ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അപ്ഡേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട്. ജസ്റ്റ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് A to Z കൊച്ചിൻ മിഡാസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങളുടെ അപ്ഡേറ്റ്സ് ആയിട്ട് എത്തുന്നതാണ്. മറ്റൊന്ന്, എൻ്റെ പേര് സാബു. അപ്പോൾ എന്നെ കൂടി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ID സാബു മിഡാസ് എന്നാണ്. അതുകൂടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ യെസ്, ബ്രൈഡൽ ജീവിതത്തിലെല്ലാവരും വളരെ നമ്മുടെ ക്ലയൻസ്, പ്രത്യേകിച്ചും നമ്മുടെ എന്ന് പറയുമ്പോൾ സലൂൺ ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ക്ലയൻ്റാണ് ഒരു ബ്രൈഡ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കുന്ന, ഒരിക്കലും മറക്കാനാവാത്ത ഒരു അവിസ്മരണീയ ദിവസമാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഏതൊക്കെ തരത്തിൽ മനോഹരമാക്കാൻ പറ്റുന്നോ അതെല്ലാ രീതിയിലുമുള്ള ഒരു അത് ഡ്രസ്സിലായിക്കോട്ടെ അല്ലേ, എത്രയോ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ നിങ്ങളുടെ ബ്രൈഡിൻ്റെ ജ്വല്ലറിയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള കൺസേൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബ്രൈഡുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ടൊരു സ്ഥലമുണ്ട്. അവർക്ക് അങ്ങനെ കൺജസ്റ്റഡ് ആവേണ്ട പ്രശ്നമൊന്നുമില്ല. ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഇവിടെ ഇങ്ങനെ A to Z ഡിസ്പ്ലേയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യമുള്ള രീതിയിൽ നിങ്ങളുടെ ബ്രൈഡിന് വേണ്ടത് തിരഞ്ഞെടുക്കാം. പലരും എന്നെ പലപ്പോഴും പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ ആ ചുട്ടി കൊണ്ടുപോയിട്ട് ബ്രൈഡിന് അത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്ത ആ ഒരു ഫീലല്ല അവിടെ ചെന്നപ്പോൾ ആൾക്കുള്ളത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രൈഡുമായിട്ട് കൊച്ചിൻ മിഡാസിലേക്ക് വരിക. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരെ അണിയിച്ച് നോക്കി വേണമെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ. ഇനി ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി, പ്രത്യേകിച്ച് നമ്മുടെ വെഡ്ഡിങ് സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ റീസെൻ്റ്ലി കുറച്ചധികം സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു ലേറ്റസ്റ്റ് പാറ്റേണിലുള്ള കുറച്ച് നെറ്റി ചുട്ടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ നെറ്റി ചുട്ടിയും പിന്നെ കുറച്ച് ഹിപ്പ് ചെയിൻസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഒരു വലിയൊരു കളക്ഷൻ കൂടി വരാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള
നെറ്റി ചുട്ടിയുടെ കളക്ഷൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് ഞാനൊരു ഡെമ്മിയാണ് തൽക്കാലം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണേ. ആ ഡെമ്മിയിൽ തന്നെ വെച്ചിട്ട് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചുകൂടി അതിൻ്റെ ഒരു ഫീല് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബ്രൈഡിനെ ഇനി അണിയിച്ചിരിക്കാൻ ഞങ്ങൾ കൂടി ഉണ്ട്. ഞങ്ങളുടെ അടുത്തേക്ക് വരിക, ഒന്നുകൊണ്ട് സംശയിക്കേണ്ട. നേരെ കൊച്ചിൻ മിഡാസ്. ഞാൻ കുറച്ച് സാധനങ്ങൾ, അതായത് ലേറ്റസ്റ്റ് വന്നതിൽ ഏറ്റവും ഒരു ട്രെൻഡിങ് ആണെന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നു. ഒരു 1200 റേഞ്ച് മുതൽ ഒരു 2500 റേഞ്ചിൽ വരുന്ന ലെയർ ചുട്ടീസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഇതിൽ നോർമൽ സ്റ്റോൺസ് വരുന്നതുണ്ട്, അതേപോലെ തന്നെ കെം സ്റ്റോൺസ് വരുന്നതുണ്ട്. അതാവുമ്പോൾ കുറച്ച് റേറ്റ് മാറും. ഓൾമോസ്റ്റ് ഇതൊക്കെ വരുമ്പോൾ ഒരു 2800 ആ റേഞ്ചിലേക്ക് വരും. പക്ഷേ സ്റ്റോൺ ഒറിജിനൽ സ്റ്റോണാണ്, ഒറിജിനൽ കെം സ്റ്റോണാണ്. അത് അങ്ങനത്തെ ഒരു റേഞ്ചിൽ. പക്ഷേ ഒത്തിരി ആളുകൾ കൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എല്ലാം ആൻറ്റിക് റേഞ്ചിലുള്ളതാണ്, ആൻറ്റിക്കിൻ്റെ ആ കളക്ഷനിലുള്ളതാണ്. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു കാണാൻ തോന്നുന്നു. അതേ സ്ഥാനത്ത് നമുക്ക് റേറ്റ് കുറഞ്ഞതും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഒരു 1000 താഴെയുള്ള തൊട്ട് ഉണ്ട്. ഈ ഒരു ലെയർ ചുട്ടിയുടെ റേഞ്ചിൽ 1000 താഴെ വരുന്നത് മുതൽ നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത ചുട്ടി തന്നെ നമുക്ക് ഇത്രയും ഒരു വൈഡ് റേഞ്ച് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളൊരു ഡെമ്മിയിൽ ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ നെറ്റി ചുട്ടി തന്നെ, നെറ്റി ചുട്ടി അതുപോലെ തന്നെ ഈ മോളിൽ കിടക്കുന്നത് മുഴുവൻ പാസയാണ്. നമ്മൾ മുസ്ലിം ബ്രൈഡ്സിനൊക്കെ സൈഡിൽ വയ്ക്കുന്ന ആ ഒരു റേഞ്ചിലുള്ളതാണ്. പല കളേഴ്സിലും കാര്യങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ഒരു പുതിയ സെഗ്മെൻറ്റ് വന്നതാണ്, കുറച്ചധികം സാധനങ്ങൾ. അതിൽ തന്നെ നമ്മൾ കുറച്ച് അപ്ഡേറ്റഡ് ആണെന്ന് തോന്നുന്ന ഒരു പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരും. പിന്നെ അതുകൂടാതെ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അരപ്പട്ട തന്നെ നമുക്ക് കുറച്ചധികം ഹിപ്പ് ചെയിൻ കുറച്ചധികം വന്നിട്ടുണ്ട്. ഹിപ്പ് ചെയിൻസ് കൂടുതലും വന്നിരിക്കുന്നത് ഒരു ടെമ്പിൾ കളക്ഷൻ്റെ പാറ്റേണിലാണ്. കാരണം ഹിപ്പ് ചെയിൻസ് എനിക്ക് തോന്നുന്നു കൂടുതൽ യൂസ് ചെയ്യുന്നതും ആ ഒരു കാറ്റഗറി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ടെമ്പിൾ കളക്ഷനിൽ വരുന്ന ആൻറ്റിക് ഫീലിലുള്ള ആ മൈക്രോ പ്ലേറ്റിംഗ് ആയിട്ടുള്ള കുറച്ചധികം കളക്ഷൻ ഇത്തവണ എത്തിയിട്ടുണ്ട്. ഇതൊരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഫസ്റ്റ് വന്ന ആ ഒരു കൺസൈൻമെൻറ്റിലുള്ളതാണ്. പക്ഷേ ഇനി ഒരു 3 കൺസൈൻമെൻറ്റ് കൂടി വരാനുണ്ട്. കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള ഒരു 7000 റേഞ്ചിലേക്ക് വരെ വരുന്ന ഹിപ്പ് ചെയിൻസ് നമുക്ക് എത്താനുണ്ട്. അത് ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അക്സസറീസൊക്കെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ പാറ്റേണിലേക്ക് വളരെ സ്വിഫ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഇയർ ചെയിൻ്റെ ഒരു വലിയ കളക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ എത്തും. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അതുപോലെ തന്നെ ഇയർ ചെയിൻ്റെ കുറേ കളക്ഷൻ വരുന്നുണ്ട്, കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള വലിയൊരു കളക്ഷൻ ഉണ്ട്. അതുകൂടാതെ നോസിൻ്റെ റിങ് കൂടി വന്നിട്ടുണ്ട്. അതുകൂടാതെ സിംഗിൾ പീസുള്ള നോസ് റിങ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു ലേറ്റസ്റ്റ് കളക്ഷൻ. ഇനി ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല വേറൊരു 2-3 കമ്പനികളുടെ സാധനം വരാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കൊരു ഇനീഷ്യൽ ഫ്ലാഗ് ജസ്റ്റ് സാധനങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നത് മാത്രമാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറകെ വരും, അതനുസരിച്ച് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതുകൂടാതെ ഇങ്ങനെയുള്ള കുറേ ഹെയർ അക്സസറീസ് ഒട്ടനവധി ചുരുക്കി ഒരു വലിയൊരു കളക്ഷൻ തന്നെ വന്നിട്ടുണ്ട്. ഈ അക്സസറീസിൻ്റെ ഇത് നമ്മൾ ഡെമ്മിയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വെറൈറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ട് വേറൊരു വീഡിയോ ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ വരും. അപ്പോൾ കല്യാണ സീസൺ ഒരുങ്ങിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള ഹെയർ എക്സ്റ്റൻഷൻസിൻ്റെയും അങ്ങനെയുള്ള ഏറ്റവും സെറ്റ് സാധനങ്ങളുടെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു കളക്ഷൻ വന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് 1 by 1 ആയിട്ട് നമ്മൾ വീഡിയോയിലൂടെ എത്തിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പുതിയ മോഡൽസിൻ്റെ. ഇത് മഞ്ജു മാസ്ക് മാറ്റില്ലാത്ത ആളാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രൈഡലിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് മഞ്ജുവിനെ അല്ലെങ്കിൽ ജെയ്സീനെ കിട്ടും. ഇതിൻ്റെ യഥാർത്ഥ ആളുകൾ ഇവരാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഒരു പുതിയ മോഡൽ. ഇതൊന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫീല് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഓരോന്നായിട്ട് വെച്ച് കാണിക്കാം. നിങ്ങൾ ശരിക്കും നോക്കിക്കോളൂ. ഇനി അഥവാ പലരും എനിക്ക് എടുത്ത് അയക്കാറുള്ള പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൊറിയർ ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. അതെടുക്കാം. അടുത്തത് ഇത് ഒറിജിനൽ കെം സ്റ്റോണാണ് കേട്ടോ. സാധാ കാണുന്ന പോലത്തെ സാധാ ഇതല്ല. സ്റ്റോണിൻ്റെ പ്രത്യേകത എനിക്ക് വേണമെങ്കിൽ ക്യാമറയ്ക്കൂടെ തന്നെ മനസ്സിലാവും. കെം സ്റ്റോണാണ്. ആ സ്റ്റോണിൻ്റെ തിളക്കം കാണാനുണ്ട്. അടുത്തത് ഓക്കെ, ഇതൊരു പുതിയ വെറൈറ്റി വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
ഇപ്പോൾ നമ്മൾ ഇയർ ചെയിൻ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ജുമുക്ക വരുന്ന പോലത്തെ ഒരു സംഭവം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അടുത്ത് വരണം ഒരു കുറച്ച് ഇതിൻ്റെ ഈ അടിയിൽ എന്താ പറയുക, ഗുങ്കുരു അങ്ങനെ എന്താ പറയുക, എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഗുങ്കുരു ഉള്ളതും. പ്ലസ് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റോണാണ്. അതനുസരിച്ച് അതുപോലെ തന്നെ പ്യുവർ ആൻറ്റിക്, അതായത് ഒരു മൈക്രോ പ്ലേറ്റിങ്, ഒരു ഗോൾഡ് അല്ല എന്നാരും പറയില്ല, അത്രയും ഫിനിഷിങ്ങിലുള്ളൊരു സംഭവം. ബ്ലാക്ക് ഹെയറിൽ വെച്ചപ്പോൾ കാണാൻ രസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്ലാക്ക് ഹെയർ അല്ലായിരുന്നു. അടുത്ത് വരണം സ്റ്റോൺ അത്ര ഹെവി ക്വാളിറ്റിയുടെ ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ മാറ്റ് ഫിനിഷാണ്. ലക്ഷ്മിയുടെ ഇതുള്ള അടുത്തൊരു മോഡൽ, എല്ലാം ആൻറ്റിക് ടച്ച് തന്നെയാണുള്ളത്. കാണാത്തെന്ന് വെച്ചാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവമാണ്. പ്യൂർ ആൻറ്റിക്കാണ്, ഒരു മൈക്രോ ഗോൾഡ് എന്ന് പറയുന്ന അവസരം, ഓക്സിഡേഷൻ കൂടിയിട്ടുള്ള നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഒരു ഇത്രയും ഉള്ള ചുട്ടികളിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തതും സ്റ്റാൻഡേർഡ് സ്റ്റോൺസും കാര്യങ്ങളുള്ളൊരു സാധനമാണ്. അതിൽ തന്നെ ഒറിജിനൽ കെം സ്റ്റോണാണ്, ആ ഒരു പുതിയ പാറ്റേൺ, നല്ല കളറിലുള്ള. നിങ്ങൾക്ക് അതിലേക്ക് ആ കളറ് ലൈറ്റ് അടിക്കുമ്പോഴുള്ള വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ടാവും മറ്റുള്ള സാധാ സ്റ്റോണായിട്ടുള്ള. ഇതും ഒരു ബിലോ 1000 വരുന്നതാണ്. ടെമ്പിൾ കളക്ഷൻ്റെ സെക്ഷനിൽ തന്നെ വരുന്നതാണ്. ഗ്രീനും റെഡും കൂടിയുള്ള പാറ്റേൺ തന്നെ. അതുപോലെ തന്നെ ഒരു നല്ല സ്റ്റാൻഡേർഡ് സ്റ്റോണാണുള്ളത്. ആൻറ്റിക്കിൻ്റെ തന്നെ ടച്ചാണ്, കുറച്ചുകൂടി റിയാലിറ്റി തോന്നുന്ന ഒരു ആൻറ്റിക് ടച്ചാണ്. കുറച്ച് വലിയ സൈസിലുള്ള എന്നാൽ റൗണ്ടിലുള്ളത് വേണമെന്ന് പറയുന്ന ആൾക്കാർക്കുള്ള ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രൈഡ് കൂടെ ഉണ്ടെങ്കിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വെച്ച് നോക്കിയിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രൈഡായിട്ടാണ് ഷോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ അതിനൊരു സമയം കണ്ടെത്തിയിട്ട്, പ്രത്യേകിച്ച് എറണാകുളം ആകുമ്പോൾ എനിക്ക് തോന്നുന്നു പലരും പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എറണാകുളത്തേക്ക് വരുന്നതാണ്. കുറച്ചുകൂടി വലിയ പക്ഷേ ഒരു വെറൈറ്റി ഉണ്ട്, ഇതുവരെ അങ്ങനെ പെട്ടെന്ന് കാണാത്തൊരു പാറ്റേൺ ആണ്, ഒരു ഹാഫ് മൂൺ സ്റ്റൈലിൽ. ഇതൊക്കെ ഒരു പുതിയ പാറ്റേണിൽ നമ്മൾ കണ്ടെത്തിയതാണ്, അങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു പാറ്റേൺ ആയിട്ട് തോന്നണില്ല എൻ്റെ അറിവിലിട്ടും. ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഇത് കുറേ നാൾ മുന്നേ കണ്ടതാണെന്നുള്ള ഫീലൊക്കെ ഉണ്ടാവാൻ മതി. ഞാൻ അത്ര വലിയ അവകാശവാദമൊന്നും ഉന്നയിക്കില്ല. അതുപോലെ തന്നെ ടെമ്പിൾ കളക്ഷനിലൊരു പുതിയ പ്യുവർ ആൻറ്റിക് തന്നെയാണ്. അടുത്ത് അതുപോലെ തന്നെ പലരും ഇപ്പോൾ ആവശ്യപ്പെടുന്നതാണ്. ഇതുപോലെ തന്നെ ഇത് മുകളിലേക്ക് കയറിയിട്ട് ഒരു 2-3 സ്റ്റെപ്പാണ് ആളുകൾ ചോദിക്കണമെങ്കിലും ഇത് ഏകദേശം അതേപോലെ തന്നെ, പക്ഷേ വേറൊരു വെറൈറ്റി പാറ്റേൺ. അതുപോലെ തന്നെ നല്ല റൗണ്ട് ഫേസിൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോണുമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ എൻ്റെ ഒരു വെറൈറ്റി ലുക്കുണ്ട്, മറ്റൊന്നിലും കാണാത്ത. ഞാൻ ഇപ്പോൾ ഇത്രയും കാണിച്ച ചുട്ടിയിൽ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ. ഇത് പാസ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കോഴിക്കോട് അല്ലെങ്കിൽ മലബാർ സൈഡിലേക്ക് തന്നെ നെറ്റിച്ചുട്ടിയായിട്ട് മുസ്ലിം ബ്രൈഡ്സിന് ധാരാളം യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഒരു റിയൽ ഗോൾഡിൻ്റെ ഒരു ഫീലും ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോൺസാണ്. ഇത് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, സൈഡിൽ പാസ പോലെ വെക്കാം. എന്നാൽ അതേപോലെ തന്നെ ഇപ്പോൾ പലരും ഇതൊരു നെറ്റിച്ചുട്ടിയുമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഇത് പാസ ആക്ച്വലി വന്നതെങ്കിലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പാസ വെക്കുന്ന പോലെ തന്നെ നെറ്റിച്ചുട്ടിയായിട്ടും വെക്കണ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും മലബാർ സൈഡിലേക്കാണ് ഇത് കൂടുതൽ അങ്ങനത്തെ ഒരു പാറ്റേണിൽ കാണുന്നത്. അതിൻ്റെ ക്വാളിറ്റി പ്ലേറ്റിങ്ങിൻ്റെ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് ചുട്ടിയാക്കണമെങ്കിൽ ചുട്ടിയാക്കാം, ഇനി അതല്ല പാസയാക്കണമെങ്കിൽ പാസയാക്കുകയും ചെയ്യാം. നെറ്റിയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾക്കത് ഡിസൈഡ് ചെയ്യാം. കൂടുതൽ കാണുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പാസേനേക്കാളും കൂടുതൽ ആളുകൾ ഇത് നെറ്റിച്ചുട്ടിയായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ഉണ്ടോ, അടിപൊളി. ഇത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഇത് നെറ്റിച്ചുട്ടിയായിട്ട് തന്നെ ഉപയോഗിക്കേണ്ടത്, അത്രത്തോളൊരു വെറൈറ്റി കാണിക്കുന്നുണ്ട്. നെറ്റിച്ചുട്ടിയായിട്ടും യെസ് അടിപൊളിയാണ്. ഞാൻ നോക്കിയിട്ട് സെറ്റാണ്. ഈ ഒരു ലുക്കിൽ ശരിക്കും നെറ്റിച്ചുട്ടി ഇല്ല, പക്ഷേ അടിപൊളിയുണ്ട്. നിങ്ങൾക്ക് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്ക് സാധിക്കുന്ന ആളുകൾക്ക് ഇതങ്ങനെയും യൂസ് ചെയ്യാം. ഒരു ടെമ്പിൾ കളക്ഷൻ മെത്തേഡിൽ വരുന്ന നെറ്റിയിലോട് ഒട്ടി കിടക്കുന്ന രീതി തന്നെയാണുള്ളത്. നല്ല സ്റ്റൈലുണ്ട്. ഇത് ഞങ്ങളിപ്പോൾ ഈ ഡെമ്മിയിൽ വെച്ച് കാണിക്കുന്ന ഫീലല്ല കേട്ടോ. നിങ്ങൾ എത്രത്തോളം ക്ലിയർ ആയിട്ടാണ് ഇത് വീഡിയോയിൽ കാണുക എന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. ഓരോ സാധനങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ്.
നമ്മളിപ്പോൾ ഇത്രയും നല്ലൊരു കളക്ഷൻ എടുക്കാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ അതിഗംഭീര റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് കരുതുന്ന രീതിയിലുള്ള സാധനം തന്നെയാണ്. കുറേ വെറൈറ്റി സാധനങ്ങൾ വന്നതിൽ കുറച്ചധികം സാധനങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചു. ഇനിയും കുറേ സാധനങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മിഡാസ്ബെautymart കൊച്ചി എന്ന അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് ഇനിയും വരും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാവുന്ന എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കേൾക്കുകയും പറ്റിയാൽ ആ രീതിയിലേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങളുടെ കൂടുതൽ അഭിപ്രായങ്ങളും വീഡിയോയും ഞങ്ങളുടെ കളക്ഷനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഇടണം. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വരും വീഡിയോകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി കൂടുതൽ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും തൽക്കാലം ബൈ.